നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വന്തം. വാട്ട് എ മാച്ച്, വാട്ട് എ ത്രില്ലർ. കളിക്കൊടുവിൽ വിജയത്തിന് തൊട്ടരികിൽ നിന്ന് FC ബാഴ്സലോണ പുറത്തേക്ക്. കളി അവസാനിക്കാൻ 3 മിനിറ്റ് ബാക്കിയുള്ളപ്പോഴാണ് റാഫീഞ്ഞയുടെ ഗോൾ വരുന്നതും ബാഴ്സലോണ ലീഡ് എടുക്കുന്നതും. പക്ഷേ കളി അവിടെ തീർന്നില്ല. അസർബി അവസാന നിമിഷം പന്ത് ബാഴ്സയുടെ വലയിലേക്ക് എത്തിച്ചു. അങ്ങനെ മത്സരം 6-6 അഗ്രിഗേറ്റിൽ നിൽക്കുന്നു. പിന്നെ എക്സ്ട്രാ ടൈമിലേക്ക് പോകുന്നു. ഫ്രാറ്റസിയുടെ ഗോളിൽ ഇന്റർ മിലാൻ വിജയിച്ചായിരുന്നു. വല്ലാത്തൊരു പോരാട്ടമായിരുന്നു. ആദ്യം ഇന്റർ മുന്നോട്ട്, പിന്നെ ബാഴ്സ തിരിച്ചടിക്കുന്നു, ഒടുവിൽ ബാഴ്സ ലീഡ് എടുക്കുന്നു. എന്നാൽ അവിടെയും തീരാതെ കളി. എക്സ്ട്രാ ടൈമിൽ ഇന്റർ മിലാൻ വിജയിച്ചായിരുന്നു. 4-3 ഇന്റർ മിലാൻ സാൻസിറോയിൽ വിജയിച്ചത്. അഗ്രിഗേറ്റ് 7-6 വിജയമായിട്ട് അവരിതാ ഫൈനലിലേക്ക് കടക്കുന്നു. ലൗട്രോ മാർട്ടിനസും ചലനോളുവും അസർബിയും ഫ്രാറ്റസിയുമാണ് ഇന്ററിൻ്റെ ഗോളുകൾ നേടിയതെങ്കിൽ ഗാർഷ്യയും ഓൾമോയും റാഫീഞ്ഞയുമാണ് FC ബാഴ്സലോണക്കായിട്ട് ഗോളുകൾ കണ്ടെത്തിയത്. മത്സരത്തിൽ ബാഴ്സയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11-ൽ ടോറസും റാഫീഞ്ഞയും ഡാനി ഓൾമോയും യമാലുമൊക്കെ ഒരുമിച്ച് അണിനിരന്നപ്പോൾ മറുഭാഗത്ത് തുറാമും ലൗട്രോ മാർട്ടിനസും ചേർന്നുകൊണ്ട് ഇന്ററിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചു. കളിയുടെ 21-ാമത്തെ മിനിറ്റിൽ ലൗറ്ററോയിലൂടെ ഇന്റർ മിലാൻ ലീഡ് എടുക്കുന്നു. കഴിഞ്ഞില്ല. ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ലഭിച്ച പെനാൽറ്റി ഗോളാക്കിക്കൊണ്ട് ചലനോളു അവരുടെ ലീഡ് വർദ്ധിപ്പിക്കുകയും ചെയ്തു. എന്നാൽ രണ്ടാം പകുതിയിൽ ബാഴ്സലോണ തിരിച്ചടിച്ച് ഗോ അഹെഡിൽ ലീഡും പിടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 54-ാമത്തെ മിനിറ്റിൽ എറിക് ഗാർഷ്യയും 60-ാമത്തെ മിനിറ്റിൽ ഓൾമോയും ഗോളടിച്ചപ്പോൾ അഗ്രിഗേറ്റിൽ അവർ 5-5 എന്ന രൂപത്തിൽ ഒപ്പം പിടിച്ചു. എന്നാൽ 87-ാമത്തെ മിനിറ്റിൽ റാഫീഞ്ഞയുടെ ഗോൾ ബാഴ്സയെ വിജയത്തിലേക്ക് കൊണ്ടുപോകേണ്ടതായിരുന്നു. അത് സംഭവിച്ചില്ല. അസർബിയുടെ ഗോൾ അവസാന നിമിഷം, അതിലൊരു ഫൗളിൻ്റെ വിവാദമൊക്കെ ഒരു ഭാഗത്ത് കനക്കുന്നുണ്ട്. അറോഹോയുടെ മിസ്റ്റേക്കിനെ കുറിച്ച് ചർച്ചയുണ്ട്. ഏതായാലും ആ ഗോള് മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീട്ടിയെടുത്തു. ഒടുവിൽ ഫ്രാറ്റസിയുടെ 99-ാമത്തെ മിനിറ്റിൽ എക്സ്ട്രാ ടൈമിലെ ഗോൾ കൂടി വന്നപ്പോൾ ബാഴ്സലോണക്ക് ഹൃദയം തകർന്ന് പുറത്തേക്ക് പോകാനുള്ള വഴി തുറക്കപ്പെട്ടു. യാൻ സോമറുടെ സേവുകൾ എടുത്തു പറയണം. കിടിലൻ പ്രകടനവുമായിട്ട് അദ്ദേഹം പ്ലെയർ ഓഫ് ദി മാച്ച് ആവുകയും ചെയ്തു. ബാഴ്സലോണയെ പുറത്തേക്ക് പറഞ്ഞു വിടുകയും ചെയ്തിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.